കഴിഞ്ഞ ഏപ്രിലിൽ മുംബൈ നഗരത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഒരു കുടുംബത്തിലെ 4 പേർ ഒരേ ദിവസം മരണപ്പെട്ട സംഭവം. ആദ്യം ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയ ഈ ദുരന്തത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. തണ്ണിമത്തൻ കഴിച്ചതിലൂടെ ശരീരത്തിലെത്തിയ മാരകമായ എലിവിഷമാണ് മരണകാരണമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. മുംബൈയിലെ ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ആ ദാരുണമായ സംഭവ പരമ്പരകൾ തുടങ്ങുന്നത് ഏപ്രിൽ 25-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. 45-കാരനായ അബ്ദുള്ള ദൊക്കാഡിയ, അദ്ദേഹത്തിന്റെ ഭാര്യ നസ്രീൻ, അവരുടെ കൗമാരക്കാരായ മക്കൾ ആയിഷയും സൈനബും ഉൾപ്പെടുന്ന ആ സന്തോഷകരമായ കുടുംബം അന്ന് രാത്രി തങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾക്കായി ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. വിരുന്നിന് ശേഷം അതിഥികളുടെ യാത്ര പറഞ്ഞ് മടങ്ങിയതോടെ ഏകദേശം രാത്രി 1 മണിയോടെയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു തണ്ണിമത്തൻ മുറിച്ച് കഴിച്ചത്. എന്നാൽ അധികം വൈകാതെ ആ സന്തോഷം വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, അതായത് പുലർച്ചെ 5 മണിയോടെ കുടുംബത്തിലെ 4 പേർക്കും കഠിനമായ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു തുടങ്ങി. ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചതോടെ അവർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ തേടിയെങ്കിലും ആരുടെയും നില മെച്ചപ്പെട്ടില്ല. ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എല്ലാവരെയും അടിയന്തരമായി അടുത്തുള്ള വലിയൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വിധി ക്രൂരമായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഇളയ മകൾ സൈനബ് ആദ്യം മരണത്തിന് കീഴടങ്ങി. ആ ആഘാതത്തിൽ നിന്ന് മുക്തരാകും മുൻപേ തന്നെ അബ്ദുള്ളയും നസ്രീനും മൂത്ത മകൾ ആയിഷയും ഒന്നിനു പുറകെ ഒന്നായി മരണപ്പെട്ടതോടെ ആ കുടുംബം ഒന്നടങ്കം ഇല്ലാതാകുന്ന നടുക്കുന്ന കാഴ്ചയാണ് മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത്. ഈ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കിടെ ഡോക്ടർമാർ കണ്ടെത്തിയ അസാധാരണമായ ഒരു പ്രത്യേകതയിലൂടെയായിരുന്നു. സാധാരണഗതിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ ശരീരത്തിൽ കാണപ്പെടാത്ത വിധം മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ തുടങ്ങിയ പ്രധാന ആന്തരികാവയവങ്ങൾ അസാധാരണമാം വിധം പച്ച നിറമായി മാറിയത് വിദഗ്ധരെ ഒന്നടങ്കം അമ്പരപ്പിച്ചു. ഈ വിചിത്രമായ മാറ്റം വെറും ഒരു ഭക്ഷ്യവിഷബാധയല്ല ഇതിനു പിന്നിലെന്ന് സംശയിക്കാൻ ഡോക്ടർമാരെ പ്രേരിപ്പിക്കുകയും തുടർന്ന് അതീവ ജാഗ്രതയോടെ വിശദമായ രാസപരിശോധനകൾക്ക് ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയമായ പരിശോധനകളിലാണ് എലികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകവിഷമായ സിങ്ക് ഫോസ്ഫൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. മരിച്ചവരുടെ ശരീരഭാഗങ്ങളിൽ മാത്രമല്ല, അവർ അവസാനമായി കഴിച്ച തണ്ണിമത്തന്റെ അവശിഷ്ടങ്ങളിലും ആ വിഷാംശം കലർന്നിരിക്കുന്നതായി ലാബ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചതോടെ തണ്ണിമത്തനിലൂടെ ഉള്ളിൽ ചെന്ന കൊടും വിഷമാണ് ഈ കുടുംബത്തിന്റെ ദാരുണാന്ത്യത്തിന് കാരണമെന്ന് ഔദ്യോഗികമായി ഉറപ്പിക്കുകയായിരുന്നു. എലിവിഷമായി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു അജൈവ സംയുക്തമാണ് സിങ്ക് ഫോസ്ഫൈഡ്. ഇത് വയറ്റിലെ ആസിഡുമായി കലരുമ്പോൾ ഫോസ്ഫൈൻ എന്ന മാരകമായ വാതകം പുറത്തുവിടുന്നു. ഈ വാതകം രക്തത്തിൽ കലരുകയും കോശങ്ങളുടെ ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദയം, കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം അതിവേഗം തകരാറിലാക്കാൻ കാരണമാകുന്നു. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ ആന്തരികാവയവങ്ങൾക്ക് നിറവ്യത്യാസം സംഭവിക്കുന്നത് സാധാരണമാണ്. മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതിനാൽ തന്നെ സംഭവത്തിലെ ദുരൂഹതകൾ നീക്കാൻ പ്രധാനമായും 2 സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഇതിൽ ആദ്യത്തേത് അബദ്ധവശാൽ സംഭവിച്ച ഒന്നാണോ എന്നതാണ്. അതായത് തണ്ണിമത്തൻ വാങ്ങിയ സ്ഥലത്തോ അല്ലെങ്കിൽ അത് വീട്ടിൽ സൂക്ഷിച്ച സാഹചര്യത്തിലോ മറ്റോ അശ്രദ്ധ മൂലം എലിവിഷം അതിൽ കലരാൻ ഇടയായിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. വീട്ടിൽ എലികളെ നശിപ്പിക്കാൻ എവിടെയെങ്കിലും വിഷം വെച്ചിരുന്നോ എന്നും അത് അറിയാതെ തണ്ണിമത്തനിൽ പുരളാൻ സാധ്യതയുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ രണ്ടാമത്തെ വശമായ ഒരു ആസൂത്രിത നീക്കം അഥവാ കൊലപാതക സാധ്യതയെയും പോലീസ് ഒട്ടും തള്ളിക്കളയുന്നില്ല. ആ രാത്രിയിൽ വീട്ടിൽ നടന്ന വിരുന്നിൽ പങ്കെടുത്ത മറ്റ് അതിഥികൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തതായി കാണപ്പെടുന്നില്ല. അതിഥികൾ പോയതിനു ശേഷം കുടുംബം മാത്രം കഴിച്ച തണ്ണിമത്തനിൽ എങ്ങനെ വിഷം എത്തിയെന്ന് ഏറെ ഗൗരവകരമായ കാര്യമാണ്. ആരെങ്കിലും മനഃപൂർവ്വം ഈ പഴത്തിൽ വിഷം കലർത്തിയതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യം. ഇതിനെല്ലാം പുറമെ കുടുംബനാഥനായ അബ്ദുള്ള ദൊക്കാഡിയയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിൻ എന്ന ശക്തമായ വേദന സംഹാരിയുടെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ കുഴപ്പിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം മുൻപ് ഏതെങ്കിലും രോഗത്തിന് ചികിത്സയുടെ ഭാഗമായി ഉപയോഗിച്ചതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ പോലീസ് വിശദമായി രേഖപ്പെടുത്തി വരികയാണ്. മുംബൈയിൽ ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ഈ ദാരുണമായ സംഭവം ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും വീടുകളിൽ വിഷാംശമുള്ള പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രതയെക്കുറിച്ചും സമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നാം ദൈനംദിനം ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വാങ്ങുമ്പോഴും അവ ഭക്ഷണത്തിനായി തയ്യാറാക്കുമ്പോഴും പുലർത്തേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പഴങ്ങൾ മുറിക്കുന്നതിന് മുൻപ് അവ നന്നായി കഴുകി വൃത്തിയാക്കുക. കീടനാശിനികളോ എല്ലിവിഷമോ പോലുള്ള മാരക രാസവസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അകറ്റി വെക്കുക.
ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം അസാധാരണമായ തരത്തിലുള്ള ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ വിദഗ്ധ വൈദ്യസഹായം തേടുക തുടങ്ങിയ കാര്യങ്ങൾ ഓരോ കുടുംബവും കർശനമായി പാലിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ള മുംബൈ പോലീസ് മരിച്ചവരുടെ അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിശദമായ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കിയ ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അശ്രദ്ധയാണോ അതോ മറ്റെന്തെങ്കിലും ആസൂത്രിത നീക്കമാണോ എന്ന് കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം.